കല്യാണം കഴിക്കാനുള്ള ഓന്റെ ഒരു തിരുക്കൈ. ഒരാഴ്ചയേ ഉള്ളൂ ഇവിടെ. അതിനു മുമ്പ് ഗുരുവിന്റെ ചില്ലറ പണിയൊക്കെ തീർക്കും. ആ ലോറൻസോടൊന്ന് വരാൻ പറയണം. ഇപ്പൊ തന്നെ പറയാം. കടല് കോള് കൊള്ളുന്നതിന് മുമ്പ് ഇവിടെ വിടണം. നമുക്ക് പോവാം. നോക്കൂ, ഇന്നലെ രാത്രി പൂരായിരുന്നു കടപ്പുറത്ത്. അയാൾ എത്തിയിട്ട് ഒരു ദിവസം കൂടി ആയില്ല. നിനക്കെന്ത് വേണം? 6-7 മാസം കടലിലെ യാത്ര കഴിഞ്ഞ് കരയിലെത്തുന്നവരവര്. നീ നിന്റെ പാട് നോക്ക്. വാ. ആന്റണി ചേട്ടനോ? ഞാൻ കണ്ടില്ല. ആരണ്ട് നേരെ പോയി കിടന്ന ആരും കാണില്ല. രണ്ടെണ്ണം വിട്ടോണ്ട് കിടന്ന ഏത് എണ്ടിയും കാണാം. പോട്ടെ പോട്ടെ. ചേട്ടൻ അങ്ങോട്ടാ? കടപ്പുറത്ത് ഒരാള് കാണാൻ നിൽപ്പുണ്ട്. ഞാൻ അവളെ കാണാൻ പോവാ. തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? കടപ്പുറത്ത് ഒരാൾ നിൽക്കുന്നു, ഞാൻ കാണാൻ പോകുന്നെന്ന്. അഥവാ ഞാൻ കാണാൻ പോകുന്നു. താൻ വണ്ടി വിടറോ? വിടറോ? ആ സ്റ്റാർട്ട്. പെട്രോളാ പെട്രോളൊക്കെ പോട്ട് പോട്ടും. ആന്റണി ചേട്ടനെ ഈ രൂപത്തിൽ കാണുന്നത് ഇത് ആദ്യമായിട്ടാ. എന്താ എന്നെ ആദ്യമായി കാണും പോലെ? ഇപ്പൊ നിന്നെ കാണാൻ നല്ല ചന്തമായിരിക്കുന്നു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? നമുക്ക് കല്യാണം കഴിക്കാം. നല്ല രംഗം. താനൊന്ന് നന്നായിട്ടുണ്ടല്ലോടോ. ആ ഇപ്പൊ കീടമടിയൊന്നും പഴയതുപോലെ ഇല്ലാത്തതുകൊണ്ടായിരിക്കും. എന്ത് ചെയ്യാം? എല്ലാം സുഹൃത്തുക്കൾ. അല്ല എന്താ പറയാ? ഇപ്രാവശ്യം വരാനെന്ത് താമസിച്ചേ? പോലീസുകാർ 4 പ്രാവശ്യം വന്ന് വീട് മുഴുവൻ തപ്പി. എന്നിട്ട് ഇവിടെ എന്നാ ഉള്ളത്? കള്ളക്കടത്താണേലും കാക്കയ്ക്ക് കണക്ക് തെറ്റൂല. കഴിഞ്ഞ പ്രാവശ്യം ഒരുത്തൻ ഒറ്റ കൊടുത്തത് കൊണ്ട് അകപ്പെട്ടു പോയെ. ഭാഗ്യത്തിനാ രക്ഷപ്പെട്ടെ. എങ്കിലും ഞാനത് മറന്നിട്ടില്ല. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? അവിടുത്തെ കച്ചവടമൊക്കെ മതിയാക്കി നമുക്കിവിടെ നിൽക്കവിടെ. കച്ചവടത്തിൽ അഭിപ്രായ വ്യത്യാസം നമ്മൾ തീർത്തതാണ്. അതിന് കാക്കയെ നിനക്ക് നന്നായിട്ടറിയാം. മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ ഇതിന്റെ കഥ ഞാൻ കഴിക്കും. ഉമ്മാക്കിയാക്കാതെ പോണോ? അവിടെ ഇരിക്കുന്ന ഒഴിഞ്ഞ് തോടൊക്കെ പിടിഞ്ഞെടുത്തു. ഞാനൊന്ന് തൊട്ടാ നിന്റെ കൂടും കുളിക്കൊക്കെ പൊട്ടുവോ? പൊട്ടിയ എളുപ്പമാ. അത് നിന്റെ തന്തയോട് പറഞ്ഞാ മതി. എന്താണ് പറഞ്ഞത്? ഒന്നുകൂടെ പറയാ. എന്താണ് പറയാ? നിന്നെ ഞാൻ അങ്ങോട്ട് നിർത്താൻ. ദൈവമേ, ദിവസങ്ങളാവുമ്പോ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കളയൂലേ? നോ നോ, സ്ഥലത്തില്ലാത്തവർ വന്നു ചേരുന്ന അവസരമല്ലേ? എത്രയും പെട്ടെന്ന് നടന്നു കിട്ടാൻ എന്താ മാർഗമെന്നാ അവരുടെ ചിന്ത. ഇനിയിപ്പോ ഇടവക്കാരേക്ക് അറിയിക്കണ്ടേ? അതൊക്കെ നിങ്ങളുടെ സൗകര്യം. ഓ, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ.
ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഞാനും പറയുന്നുണ്ട്. ആളെത്തി. ഒളിഞ്ഞു കേൾക്കുക മുഴുവൻ. ഇവിടെ വാ. ഇത്തരം കാര്യങ്ങളൊക്കെ ഞങ്ങൾ മുതിർന്നവർ തമ്മിൽ തീരുമാനിക്കും. മനസ്സിലായോ? മനസ്സിലായി. ക്രിസ്മസ് വരെ കാത്തിരിക്കാൻ നിനക്ക് ക്ഷമയുണ്ടാവില്ല. എനിക്ക് സമാധാനമായി റോബിൻ. എനിക്കും. റോബിനോട് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എന്റെ മനസ്സിലാകെ പേടിയായിരുന്നു. എന്തിന്? നമുക്കൊരുമിച്ചൊരു ജീവിതം സാധിച്ചില്ലെങ്കിലും എന്ന്. നോക്ക്, സന്തോഷിക്കേണ്ട ഈ നേരത്തെ കരയാണോ? ഞാൻ ഉമ്മ വെച്ചല്ലോ. ഞാൻ സമ്മതിച്ചോണ്ടല്ലേ. റോബിൻ, നമുക്ക് പോവാം. ഡാഡി കാത്തിരിക്കുന്നുണ്ടാവും. നിൽക്കാനേ എനിക്ക് കണ്ടിട്ടും മതിയാവുന്നില്ല. എനിക്കും പോകാൻ തീരെ മനസ്സ് വരുന്നില്ല. അയ്യോ, ഞാൻ പോവാ. നിൽക്കുന്നേ, ഞാൻ കൊണ്ടുവിടാം. വേണ്ട, ഞാൻ പൊയ്ക്കോളാം. എങ്ങോട്ടാ? എന്താ ഇത്? പോയിക്കോ, നീ പോടി. നീ വാ. ഇന്റർവെൽ വരെ കഥ സൂപ്പർ. ഇനി ജ്യോതിമീനയുടെ ഒരു ഡാൻസ് ഫിറ്റ് ചെയ്യാം. വളരെ നന്നായി. ഇതൊന്നും എന്നെ കിട്ടില്ല, ഞാനില്ല. 14 ലക്ഷം. ഒന്ന് പാടി അഭിനയിക്കൂ. പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂമ്പൈതലേ. വേഗം അവിടെ ബാറ്റ് പിടിക്കോട്ടെ. എടുത്താട്ടെ. ഇങ്ങോട്ട് കഴിഞ്ഞു വാ. പെട്ടെന്ന് കൂട്ടിപ്പോയോ? ഇയാൾ ഡാൻസറാണ്. റാപ്പോ റേപ്പോ ബ്രേക്കോ? ഓക്കേ.
മതി 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 ആ ഓക്കെ 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 ഇനി നീ ഫൈറ്റ് കല്യാണം പോലും കഴിച്ചിട്ടില്ല. ശരിക്കുന്നുണ്ടോ? സാരമില്ല, കുറച്ച് കഴിയുമ്പം മാറിക്കോളും കേട്ടാ. ഇതാണ് ശരിക്കുള്ള അഭിനയം, മനസ്സിലായ?